ഇന്ന് ചേട്ടൻ്റെ വീട്ടിലെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് കണ്ടാലോ. എൻ്റെ അമ്മ വീട്ടിൽ ചെടികൾ വളർത്തുന്ന പോലെ തന്നെ ചേട്ടൻ്റെ അമ്മയും അതെ, നല്ല രീതിയിൽ പൂക്കളും അങ്ങനെയൊക്കെ നല്ല ഇഷ്ടമാണ് അമ്മയ്ക്ക്. നല്ല രീതിയിൽ തന്നെ നോക്കും. വേറെ ഒന്നുമല്ല, മെയിനായിട്ട് ചാണകപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഗേറ്റിൻ്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ആന്തൂറിയം വെച്ചിട്ടുണ്ട്. ആയി വരണുള്ളൂ. എല്ലാവരും ഇപ്പോൾ മാറ്റി മാറ്റി ആകെ ഇത് നിലത്താണ് നട്ടിരുന്നത്. അതാകെ നിറഞ്ഞ് തിങ്ങി പൊതിമടലിലാണ് വെച്ചിരുന്നത്. അതൊക്കെ ഇതായി. അപ്പോൾ അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു തൈകൾ എടുത്ത് വെച്ചെടുക്കുന്നത്. ഈ മരം ഏത് മരമാണെന്ന് അറിഞ്ഞൂടാ, നല്ല രസമാണ് കാണാൻ. ഇതിൽ ആദ്യം ഒരു റെഡ് കളറായിട്ടൊരു മൊട്ട് വരും, പിന്നെ അത് മഞ്ഞ കളർ പൂവാവും, വെള്ള കളർ പൂവാവും. നല്ല രസമാണ് കാണാൻ. മണോ അങ്ങനെ ഇങ്ങനെ പ്രത്യേകം ഒന്നുമില്ല, പക്ഷെ ഇതെല്ലാം ഇങ്ങനെ വിരിഞ്ഞിക്കണ കാണാൻ നല്ല രസമാണ്. ഇതെല്ലാം വിരിഞ്ഞ് വരുമ്പോൾ നല്ല രസമാണ്. ഇതൊക്കെ വിരിയുമ്പോൾ ഞാൻ വേറൊരു വീഡിയോ ഇടാം കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ആന്തൂറിയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഈ അറ്റം മുതൽ ആ അറ്റം വരെ റോസാണ് നട്ടിരിക്കുന്നത്. ഇതും അതേ, എല്ലാവരും ചെടിച്ചട്ടിയിലൊക്കെ ആക്കി വന്നിട്ടുള്ളൂ. ഒരു പൂവായിട്ടുള്ളൂ, ഇങ്ങനെ ആയി വരുന്നുള്ളൂ. ഇതൊക്കെ നിറച്ചും ഉണ്ടാവും. ഞാൻ ഉറപ്പായിട്ടും വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറച്ച് ഇലച്ചെടികളുണ്ട്. പിന്നെ ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടെ, ഇങ്ങനെ കാക്ടസിൻ്റെ ഫാമിലിയിൽ പെട്ടതാണെന്ന് തോന്നുന്നത്. ഇതിലിങ്ങനെ പൂക്കളും ഉണ്ടാവും. നല്ല രസമാണ് കാണാൻ. മണമൊന്നുമില്ല. ഇതൊക്കെ എല്ലാവരും വെയിലത്ത് നിൽക്കുന്നതാണ്. ഈ ഇലച്ചെടികളൊക്കെ എന്ത് രസമാണെന്ന് കാണാൻ. വെയിലത്ത് ഇങ്ങനെ വെയിലും കൊള്ളും, വെള്ളം ഒഴിക്കണം, അത്യാവശ്യം വളവും കൊടുത്താൽ നല്ല രസമാണ് കാണാൻ. തന്നെ ഇങ്ങനെ നോക്കി ഒരുമിച്ച് ഇങ്ങനെ നിൽക്കണം കാണാൻ എന്ത് രസമാണ്. നമുക്ക് ഈ ചെടികളും പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷമാണ്. ഞങ്ങളുടെ വീട്ടിലൊരു വലിയ കണിക്കൊന്നയുണ്ട്. അതെന്ന് വെച്ചാൽ ഫുള്ള് ഈ കൊന്ന പൂക്കണ സമയമാകുമ്പോഴേക്കും അങ്ങോട്ട് നിറഞ്ഞു നിൽക്കും. എന്ത് രസമാണെന്നാണ് കാണാം. ഫുള്ള് മഞ്ഞപ്പും. പക്ഷേ ഏറ്റവും രസമുള്ള കാര്യം അതല്ല, വിഷു ആകുമ്പോഴേക്കും അതെല്ലാവരും പൊഴിഞ്ഞ് എല്ലാവരും പോയി കിട്ടും. ഞങ്ങളുടെ ഇവിടെ സാധാരണ കുറച്ച് ഊഞ്ഞാല കെട്ടാൻ പറ്റണ മരം, നമുക്ക് ആടി വേഗം കയറാൻ പറ്റണ പോലത്തെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ കയറാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ മാവുമ്മ കയറാമെന്ന് വിചാരിച്ച് വലിയ കാര്യത്തിന് നോക്കിയപ്പോൾ ഉണ്ടടാ, അതേ നോക്കിയേ, പുളിയുറുമ്പിൻ്റെ കൂടുകൾ മിക്ക ബ്രാഞ്ചസിലും ഉണ്ട്. അതും കുറച്ചൊന്നല്ല. അപ്പോൾ ഞാനും ഓർക്കായിരുന്നു, ഈശ്വര എങ്ങാനും അതിൽ ഞാൻ പഠിച്ച് കയറിയിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമായേനെ. അതുകൊണ്ട് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ മരം കയറ്റം വേണ്ടാന്ന് വെച്ച്. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ കുറച്ച് ചെടികളും ഒക്കെ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്